നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് CV വർഗീസ്. തൊടുപുഴയിലെ റോഡുകളുടെ നവീകരണത്തിനായി 3.86 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചെന്ന് PJ ജോസഫ് MLA. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് KK ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന് ജില്ലയിൽ സ്വീകരണം നൽകി. ആലക്കോട് ഇൻഫന്റ് ജീസസ് LP സ്കൂളിലെ പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടത്തി. കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് CV വർഗീസ്. ഫെബ്രുവരി 3 മുതൽ 6 വരെയാണ് സമ്മേളനം. ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി ചെയർമാനും മുഹമ്മദ് ഫൈസൽ കൺവീനറും TR സോമൻ ട്രഷററുമായ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ഓഫീസുകൾ, ചുവരെഴുത്തുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പ്രചരണ പരിപാടികളാണ് പുരോഗമിക്കുന്നത്. 2072 ബ്രാഞ്ച്, 188 ലോക്കൽ, 15 ഏരിയ സമ്മേളനങ്ങൾ എന്നിവ പൂർത്തിയായി. 187 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 8 ലോക്കൽ സെക്രട്ടറിമാർ, 1 ഏരിയ സെക്രട്ടറി എന്നീ തലങ്ങളിലെ സാരഥികൾ വനിതകളാണ്. പ്രതിനിധി സമ്മേളനം ഫെബ്രുവരി 4 രാവിലെ 10 സീതാറാം യെച്ചൂരി നഗറിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. CPMന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം 2025 ഫെബ്രുവരി 3, 4, 5, 6 തീയതികളിൽ തൊടുപുഴയിൽ വെച്ച് നടത്താനാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. അതിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് ഫൈസൽ കൺവീനറും VV മത്തായി ചെയർമാനും TR സോമൻ ട്രഷററുമായിട്ടുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് CPM പരിശോധിക്കപ്പെടുമ്പോൾ 2072 പാർട്ടി ബ്രാഞ്ച് സമ്മേളനം, 158 ലോക്കൽ സമ്മേളനം, 15 ഏരിയ സമ്മേളനം ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യശാസ്ത്ര രാഷ്ട്രീയ കരുത്ത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പോടു കൂടിയാണ് സമ്മേളനം നടത്തുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നല്ല കെട്ടുറപ്പോടും ചിട്ടയോടും കൂടി നടത്താൻ കഴിഞ്ഞതിനെല്ലാം നല്ല ആത്മവിശ്വാസത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. ജില്ലാ സമ്മേളനം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇടുക്കിയിലെ സാമൂഹ്യ വികാസത്തിൻ്റെയും ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും ഭാഗത്ത് ഇടപെടാൻ കഴിയുന്ന രൂപത്തിലുള്ള വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്, KK ശൈലജ, എളമരം കരീം, K രാധാകൃഷ്ണൻ, P രാജീവ്, CS സുജാത, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ജയചന്ദ്രൻ, VN വാസവൻ, M സ്വരാജ്, പുത്തലത്ത് ദിനേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, MM മണി MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഏരിയ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 355 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനം ഫെബ്രുവരി 6 കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി 50,000 പേർ അണിനിരക്കുന്ന പ്രകടനം 3 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കും. 10,000 പേരുടെ ചുവപ്പ് സേനാ മാർച്ച് മങ്ങാട്ടുകവലയിൽ നിന്ന് തുടങ്ങി പൊതുസമ്മേളന നഗരിയിൽ എത്തും. വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TR സോമൻ, മുഹമ്മദ് ഫൈസൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിലെ റോഡുകളുടെ നവീകരണത്തിനായി ഭരണാനുമതി ലഭിച്ചെന്ന് PJ ജോസഫ് MLA. 3.86 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനായി 3.86 കോടി രൂപയുടെ ഭരണാനുമതി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ലഭ്യമായെന്ന് PJ ജോസഫ് MLA അറിയിച്ചു.
റണ്ണിംഗ് കോൺട്രാക്ട് പ്രകാരമുള്ള പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചതായും അടുത്ത മഴക്കാലത്തിനു മുൻപായി നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിൽ PJ ജോസഫ് നിർദ്ദേശിച്ചു. കാരിക്കോട് തെക്കുംഭാഗം അഞ്ചിരി റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം. കുടിവെള്ള വിതരണ ലൈനുകൾ തകരാറിലായതും വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന ജോലികളും കേരള വാട്ടർ അതോറിറ്റിയും KSEBയും ഉടൻ പരിഹരിക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോസ്റ്റുകൾ മുഴുവൻ മാറ്റി സ്ഥാപിക്കണമെന്നും MLA നിർദ്ദേശിച്ചു. മാരിയിൽ കലുങ്ക് പാലം അപ്രോച്ച് റോഡിന്റെ അവശേഷിക്കുന്ന ജോലികൾ പുനരാരംഭിക്കണം. കാഞ്ഞിരമറ്റം ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും ഈ മാസം ആദ്യം തന്നെ നിർമ്മാണം ആരംഭിക്കണമെന്നും PJ ജോസഫ് ആവശ്യപ്പെട്ടു. പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജയ P. ജോസ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK പ്രസാദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UM ശൈലേന്ദ്രൻ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TN സജി, KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൽമ തുടങ്ങിയവർ പങ്കെടുത്തു. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് KK ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. ന്യായമായ വിമർശനം ആരിൽ നിന്നുണ്ടായാലും അംഗീകരിക്കും. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു ഉൾപ്പെടെയുള്ളവരുടെ പണം വാങ്ങി ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കളാണെന്ന് CB വർഗീസ് ആരോപിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഭരണസമിതി നടത്തിയ ക്രമക്കേടുകളുടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതാണെന്ന് CPMന്റെ ശൈലിയെന്നും CB വർഗീസ് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലുള്ളൂ. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ശിവരാമൻ സഖാവ് തീരുമാനിക്കണം. അങ്ങനെയല്ല, വിമർശനം ന്യായമുള്ളതിന് വേണം. വിമർശനമാണെന്നുള്ളത് കൊണ്ട് എല്ലാ വിമർശനവും അവിമർശനം കാണാൻ പറ്റില്ല. അന്വേഷണത്തിന് മുമ്പിലെ കൊടുക്കണ്ടേ? 17 കോടി രൂപ 17 കോടി രൂപ ഞാൻ വ്യക്തിപരമായി പറഞ്ഞില്ല. 17 കോടി രൂപ ഞങ്ങൾ ഭരണം വെക്കുമ്പോൾ 17 കോടി രൂപയുണ്ട്. ഈ സാബുവിന്റെ ഉൾപ്പെടെ പൈസ മേടിച്ച് ചെലവഴിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. ആ പണം ഇപ്പൊ കൊടുത്തിരിക്കുന്നത് LDF കൊടുത്തിരിക്കുന്നത് അതിന്റെ എല്ലാ രേഖയും ഞങ്ങളുണ്ട്. അതെല്ലാം പറയും. ഞങ്ങളുടെ പാർട്ടിക്കകത്തെ പാർട്ടി സഖാക്കൾ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാ പണവും സമാഹരിച്ചു വെച്ചുകൊണ്ടല്ല പാർട്ടി സഖാക്കളുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് വിജയത്തിലേക്ക് എത്തിക്കുക. പാർട്ടിക്കകത്ത് ചിലപ്പോൾ പാർട്ടിക്ക് വേണ്ടി കടം മേടിക്കേണ്ടി വരും. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരാരും മേടിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ആരുടെയും കയ്യിൽ കിട്ടിയിരുന്ന നിങ്ങൾ എവിടെയും എഴുതി ഞങ്ങളെ കൊല്ലില്ലായിരുന്നോ? അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പാർട്ടി നേതാക്കന്മാർ കടം മേടിക്കേണ്ടി വരും. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന് ജില്ലയിൽ സ്വീകരണം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ മടക്കത്താനത്ത് ജില്ലാ അധികൃതർ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകി. ഘോഷയാത്രയായി വെങ്ങല്ലൂർ TM UP സ്കൂളിൽ കപ്പ് എത്തിച്ച് കപ്പിന് സ്വീകരണം നൽകി. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, സിനിമാ താരം നിശാന്ത് സാഗർ, സ്കൂൾ PT അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ അതിന് അവിടെ ഉണ്ടാവാൻ നമുക്കെല്ലാവർക്കും കഴിഞ്ഞതൊരു വലിയ സന്തോഷമാണ്. ഇതിങ്ങനൊരു നല്ലൊരു ചടങ്ങാക്കി മാറ്റുന്നത് ഈ ഒരു എന്താ പറയുക കലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇവിടെ നമുക്ക് ഈ കപ്പെത്തിയപ്പോൾ നമ്മൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലുണ്ടായ ആ സന്തോഷം നിലനിന്ന് പോകുന്നതിന് ഈ കപ്പ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിന് നിലനിന്ന തരത്തിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരേ മനസ്സോടെ നമുക്ക് ഇവിടുന്ന് പോകുന്ന മത്സരാർത്ഥികളെ വളരെ ആത്മവിശ്വാസത്തോടെ അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുവേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് എല്ലാവരും ആശംസ. ആലക്കോട് ഇൻഫം ജീസസ് LP സ്കൂളിലെ പുതുക്കി പണിത കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടത്തി. കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആലക്കോട് ഇൻഫന്റ് ജീസസ് LP സ്കൂളിന്റെ പുതുക്കി പണിത കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുതുക്കി പണിത സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. സകല വിജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ മധ്യയുള്ള അങ്ങയുടെ അദൃശ്യമായ സാന്നിധ്യങ്ങൾ ഏറ്റുപറയുന്നു. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും നിരന്തരം വളർന്ന മിശിഹായെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന
ദൈവം നൽകിയ ഒരു വലിയ സമ്മാനമാണിത്. അതുകൊണ്ട് നമുക്ക് ആദ്യം ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ നമ്മൾ ഈ സ്കൂൾ വെഞ്ചരിച്ച് സമർപ്പിച്ചു. ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ഈ സ്ഥാപനം, ഈ വിദ്യാലയം 100 വർഷം പൂർത്തിയാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ഈ വിദ്യാലയത്തിനും ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും ലഭിക്കും. ഞാൻ ഓർക്കുന്നത് ഈ 100 വർഷത്തിനുള്ളിൽ എത്രയോ ആളുകളിലേക്ക് കടന്നുപോയി, എത്രയോ കുട്ടികൾ കടന്നുപോയി. ഇവിടെ ഇരിക്കുന്ന പലരും ഇതിലേക്ക് കടന്നുപോയവരാണ്. അപ്പം അങ്ങനെ ഈ വിദ്യാലയം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് പലർക്കും സാധിച്ചത്. ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ആലക്കോട് എല്ലാ കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ജനതയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. തുടർന്നും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ പ്രദേശത്തിന് കഴിയട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും പ്രദേശത്തുള്ള എല്ലാവരുടെയും ഉണ്ട്. അഭിമന്യ പിതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഈ സ്ഥാപനത്തിനുണ്ട്. ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഏതായാലും കുറഞ്ഞൊരു സമയം കൊണ്ട് ഇത്രയും വലിയ തുക സമാഹരിച്ച് മനോഹരമായി കെട്ടിടം പടുതീർത്താൻ ബന്ധപ്പെട്ടവരെല്ലാം ഞാൻ ഇതിൽ കൂടി അഭിനന്ദിക്കുന്നു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ പയസ് മലയക്കണ്ടത്തിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം നിർവഹിച്ചു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ഫോട്ടോ അനാച്ഛാദനവും ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ സപ്ലിമെന്റ് പ്രകാശനവും നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് അത്തിക്കൽ, വാർഡ് മെമ്പർ കിരൺ രാജു, തൊടുപുഴ AEO ബിന്ദു കെ, പൂർവ്വ അധ്യാപക പ്രതിനിധി KO അഗസ്റ്റിൻ കല്ലിടിക്കിൽ, ഇടവക പ്രതിനിധി ജോയി മുട്ടത്ത്, പൂർവ്വ വിദ്യാർത്ഥി ആലക്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ തോമസ് കുട്ടി കക്കുഴിയിൽ, ഹെഡ് മാസ്റ്റർ ഷിൻഡോ ജോർജ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനം ജനുവരി 5 തൊടുപുഴ പാപ്പോട്ടി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318C ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് K ഉണ്ണിത്താൻ നിർവഹിക്കും. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ സ്പോൺസർ ചെയ്യുന്ന പുതിയ ക്ലബ്ബായ ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനം ജനുവരി 5 വൈകിട്ട് 6 തൊടുപുഴ പാപ്പോട്ടി ഹാളിൽ സംഘടിപ്പിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് 318C ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ N നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിക്കും. ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KB ഷൈൻകുമാർ പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ നടത്തും. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് നിർവഹിക്കും. സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് K ഉണ്ണിത്താൻ നിർവഹിക്കും. ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി VS ജോർജ് സാജു മുഖ്യപ്രഭാഷണം നടത്തും. CB ഫ്രാൻസിസ്, സജിത് കുമാർ M, സാംസൺ തോമസ്, ബ്ലസൻ ആന്റണി, ഷിൻസ് സെബാസ്റ്റ്യൻ, സനൽ NN, വിനോദ് കണ്ണോളിൽ, ജോഷി ജോർജ് എന്നിവർ പങ്കെടുക്കും. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷിബു C നായർ, സെക്രട്ടറി ആനന്ദ് N, ട്രഷറർ അനിൽ S, ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് നിവേദ് K ശ്യാം, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് കിരൺ ജോസ്, ജോയിന്റ് സെക്രട്ടറി ജിമോൻ MJ, ഡയറക്ടർമാരായി അഡ്വക്കേറ്റ് രാജേഷ് PS, സാബു C നായർ, അനൂപ് കുമാർ R, മൈക്കിൾ K വർഗീസ്, MCC അരുൺ S, ടെയിൽ ടിസ്റ്റർ അനൂപ് CA, ടെയ്മർ ഗിരീഷ് കുമാർ, LCIAF ചെയർപേഴ്സൺ പ്രമോദ് S, മാർക്കറ്റിംഗ് ചെയർപേഴ്സൺ കൃഷ്ണകുമാർ PR, സർവീസ് ചെയർപേഴ്സൺ രഞ്ജിത്ത് G എന്നിവർ ചുമതലയേൽക്കും. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ തൊടുപുഴയിൽ തന്നെ ഒരു പുതിയ ക്ലബ്ബ് രൂപീകരിക്കുകയാണ്. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. ക്ലബ് എക്സ്റ്റൻഷന്റെ ഭാഗമായി ലോകത്തെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിലൊന്നായ ലയൺസ് വിവിധ സേവന പദ്ധതികളാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന ജനുവരി 5 തൊടുപുഴ പാപ്പോട്ടി ഹാളിൽ വച്ച് ആണ് ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ ഗോൾഡന്റെ ഉദ്ഘാടനം. ബഹുമാനായ ലയൺസിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ
ലൈൻ രാജൻ എൻ നമ്പൂതിരി PMJF ആണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ലൈൻസ് ഡിസ്ട്രിക്റ്റിൻ്റെ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് K. ഉണ്ണിത്താൻ നിർവഹിക്കും. അതോടൊപ്പം ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ലൈൻ ജോർജ് സാജു MJF എത്തുന്നുണ്ട്. ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് ട്രഷറർ CB ഫ്രാൻസിസ് ഉൾപ്പെടെ ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ വിവിധ നേതാക്കന്മാരെല്ലാം തന്നെ അന്നേ ദിവസം തൊടുപുഴയിൽ എത്തിച്ചേരുന്നുണ്ട്. വരുന്ന 5-ാം തീയതി പാപ്പുട്ടി ഹാളിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക. അന്നേ ദിവസം വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഒപ്പം നടക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CC അനിൽകുമാർ, ജിജോ കാളിയർ, ഷിബു C. നായർ, ആനന്ദൻ, അനിൽ S. എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിസിനസ് വാർത്ത. ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് ആൻ ഇലക്ട്രിക്കൽ ആൻഡ് പമ്പ്സ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. KSEB ഓഫീസിന് എതിർവശത്തായി കളരിക്കൽ ന്യൂ ബസാറിൽ ആരംഭിച്ച ആൻ ഇലക്ട്രിക്കൽസ് ആൻഡ് പമ്പ്സിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഒരുക്കിക്കൊണ്ടാണ് ആൻ ഇലക്ട്രിക്കൽ ആൻഡ് പമ്പ്സ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. KSEB ഓഫീസിന് എതിർവശത്തായി കളരിക്കൽ ന്യൂ ബസാറിൽ ആരംഭിച്ചിരിക്കുന്ന ആൻ ഇലക്ട്രിക്കൽ ആൻഡ് പമ്പ്സിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ, സെക്രട്ടറി CK നവാസ്, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് കളരിക്കൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ആൻ ബിൽഡിംഗ് സൊല്യൂഷന്റെ സഹോദര സ്ഥാപനമാണ് ആൻ ഇലക്ട്രിക്കൽ ആൻഡ് പമ്പ്സ്. കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പ്രവൃത്തി പരിചയം കൊണ്ട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾ ഒരു 20 വർഷമായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിൽ തന്നെ ഉള്ളവരാണ്. ഞങ്ങൾ ആദ്യം ആൻ ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ അപ്പുറത്ത് നമുക്കൊരു ഓഫീസും കൺസ്ട്രക്ഷനും ഇലക്ട്രിക്കൽ മെയിൻ്റനൻസും ഒക്കെയായിട്ട് സ്ഥാപനം ഉള്ളതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ ഡിവിഷനായിട്ട് ഇവിടെ തുടങ്ങിയത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓഫീസ് പോലെയാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗോഡൗണൊക്കെ പുറത്താണുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ജസ്റ്റ് ഡിസ്പ്ലേ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മെയിനായിട്ട് ബ്രാൻഡ് ചെയ്യുന്ന ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ് നമ്മുടെ ഡീലറാണ് നമ്മൾ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത്. അതേപോലെ പമ്പ് സെറ്റൊക്കെ ആണെങ്കിൽ KSB ഉണ്ട്, ടെക്സ്മോ ഉണ്ട്, അങ്ങനെയുള്ള പമ്പുകളും മെയിൻ ബ്രാൻഡുകളായ ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആണെങ്കിൽ ലെഗ്രാൻഡ്, അതേപോലെ വയർസ്, പിനോലെക്സ്, വിഗാർഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ബ്രാൻഡഡ് ഐറ്റം മാത്രമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പണ്ട് കൺസ്ട്രക്ഷനിലും അത് തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ ബ്രാൻഡഡ് തന്നെയാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. എല്ലാം ബ്രാൻഡഡ് ഐറ്റം മാത്രമേ ഉള്ളൂ നമുക്ക്. അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കാം എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ക്രോംപ്ടൺ, ലെഗ്രാൻഡ്, സുപ്രീം, സെര, വിഗാർഡ്, ഹാവൽസ്, ബജാജ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളാണ് ആൻ ഇലക്ട്രിക്കൽ ആൻഡ് പമ്പ്സിൽ ഒരുക്കിയിരിക്കുന്നത്.
ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണ വിലാസം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പതാക ഉയർത്തി. തുടർന്ന് മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി. തൊടുപുഴ ശ്രീകൃഷ്ണ വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി സമുചിതമായി ആഘോഷിച്ചു. കരയോഗ മന്ദിരത്തിൽ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മന്നത്ത് ആചാര്യന്റെ 148ാമത് ജന്മദിനം പ്രമാണിച്ച് എല്ലാ കരയോഗ കുടുംബാംഗങ്ങളും ചേർന്ന് 148 മൺചിരാതുകൾ തെളിയിച്ചു. കരയോഗമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ വർണ്ണശബളമായ മുത്തുകുടയ്ക്ക് കീഴിൽ സ്ഥാപിച്ച സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിനു മുൻപിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും നൂറുകണക്കിന് കരയോഗ അംഗങ്ങളും പുഷ്പാർച്ചന നടത്തുകയും ജന്മനക്ഷത്ര സംഭാവന സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള മന്നം അനുസ്മരണ പ്രഭാഷണം നടത്തി. ആചാര്യനെ സംബന്ധിച്ചിടത്തോളം നായർ സമുദായത്തിന്റെ മതപഠനത്തിൽ നിന്നും ഏറ്റവും ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ഇന്ന് നായർ സമുദായം കേരളത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു സമുദായമായി സമസ്ത മേഖലകളിലും വെന്നിക്കൊടി ബാധിക്കുകയും ചെയ്തിരിക്കുന്നു. ആചാര്യന്റെ സമർപ്പിതമായ ഒരു ജീവിതമെന്നാണ് നമ്മളെ ഈ നിലയിലേക്ക് അദ്ദേഹം ഉയർത്തിയെടുത്തത്. ഓരോ വർഷവും കഴിയുന്തോറും ആചാര്യന്റെ ദർശനങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം വന്ന് കൈവന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയും വക്രീകരിച്ചുകൊണ്ട് അതിന് പുതിയ ഭാഷ്യങ്ങൾ ജയിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നവര് യഥാർത്ഥത്തിൽ അവർ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. ചടങ്ങിൽ NSS കരയോഗം പ്രസിഡന്റ് R. ജയൻ, സെക്രട്ടറി TK സുധാകരൻ നായർ, ജോയിന്റ് സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ശിവരാമൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി നായർ, സലീഷ് കുമാർ, മഹിളാ സമാജം പ്രസിഡന്റ് ജയലക്ഷ്മി ഗോപൻ, സെക്രട്ടറി ജയശ്രീ രാജീവ്, വ്യാപാരി വ്യവസായി അസോസിയേഷൻ മുൻ പ്രസിഡന്റുമാരായ ശ്രീ R. ജയശങ്കർ, ശ്രീ അജീവ് പുരുഷോത്തമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച കരയോഗ കെട്ടിടവും പരിസരങ്ങളും കൊടിത്തോരണങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു. 150ഓളം കരയോഗ കുടുംബാംഗങ്ങൾ മന്നം ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരളയുടെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുമ്പിൽ ഉപവാസ സമരം നടത്തി. സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോബി ജോസ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MK സിജു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരളയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തിയത്. കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പുനഃപരിശോധനാ റിപ്പോർട്ട് കിട്ടിയാലുടൻ ജീവനക്കാർക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാത്തത് ജീവനക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു. ഇടുക്കി കളക്ടറേറ്റ് മുന്നിൽ നടന്ന ഉപവാസ സമരം കളക്റ്റീവ് കേരള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ നമ്മുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയും നമ്മുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ പ്രത്യക്ഷ സമര പരിപാടികളിൽ നമ്മൾ പങ്കാളികളാവുകയും പ്രത്യക്ഷമായ സമരങ്ങളിൽ നമ്മുടെ ആശങ്കകളും പ്രതിഷേധങ്ങളും പങ്കുവെച്ചെങ്കിൽ മാത്രമേ ഭരണാധികാരികൾ നമ്മുടെ സ്വരം ശ്രദ്ധിക്കുകയുള്ളൂ. അതിലേക്കായി എല്ലാ ജീവനക്കാരും സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമരങ്ങളിൽ അണിചേരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് NPS എംപ്ലോയീസ് കളക്റ്റീവ് കേരള ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MK സിജു അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് റോഷൻ, ജില്ലാ ട്രഷറർ കൽപ്പന ശൈവം, NPS ഫോറം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം റാവുത്തർ, ജില്ലാ സെക്രട്ടറി അമ്മിണി KC, ട്രഷറർ ലീല C തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബിസിനസ് വാർത്ത. തോട്ടുങ്ങൽ മസാലക്കട വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തോട്ടുങ്ങൽ മസാലക്കട വണ്ണപ്പുറം ഹൈറേഞ്ച് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവിധ ഭക്ഷണ വിഭവങ്ങൾക്കും ആവശ്യമായ മസാലക്കൂട്ടുകൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ, ജനപ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ മാനേജ്മെന്റിന് വേണ്ടി റഷീദ് തോട്ടുങ്കൽ സ്വാഗതം ആശംസിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA സ്ഥാപനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ
മസാലക്കൂട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ എല്ലാവിധ ആശീർവാദങ്ങളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നടത്തുന്നു. ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സജി കണ്ണമ്പുഴ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പൊതുപ്രവർത്തകനായ PM ഇല്യാസ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മസാലക്കൂട്ടുകൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ ആഘോഷവേളകളിലും ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, മന്തി വിഭവങ്ങൾ, കേക്ക് എസൻസ്, പായസക്കൂട്ടുകൾ, നാടൻ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമായ എല്ലാവിധ മസാലക്കൂട്ടുകളും, എസൻസുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മേൽത്തരം ഡേറ്റ്സ് ഐറ്റംസ് മുതലായവയും സ്ഥാപനത്തിൽ നിന്നും ഹോൾസെയിലായും റീറ്റെയിലായും ലഭ്യമാണ്. ഒരുമ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും പാലിയേറ്റീവ് കെയർ സെന്റർ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കുമ്മങ്കലിലെ ഹയാത്ത് പ്ലാസയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത വഹിച്ചു. ഒരുമ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ അല്ലസർ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ജനറൽ മെഡിസിൻ, ശിശുരോഗം, അസ്ഥിരോഗം, ശ്വാസകോശ രോഗം, ത്വക്ക് രോഗം, നേത്രരോഗം, ദന്തരോഗം, സർജറി, ഗൈനക്കോളജി, ENT, ഫിസിയോതെറാപ്പി, ഡയറ്റീഷ്യൻ എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. നിരവധി ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുവാനെത്തിയത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നുകളും ലഭ്യമാക്കി. ക്യാമ്പിൽ പങ്കെടുത്ത തുടർ ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് അല്ലസർ പ്രിവിലേജ് കാർഡുകളും വിതരണം ചെയ്തു. ഇതോടൊപ്പം പാലിയേറ്റീവ് കെയർ സെന്റർ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കുമ്മങ്കൽ ഹയാത്ത് പ്ലാസയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുക. പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തന്നെ വളരെ നല്ല നിലയിൽ ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സംഘടനകൾ, സന്നദ്ധ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടുകയും ചെയ്യും. നമ്മുടെ നാടിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി അവരുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പ്രായോഗിക തലത്തിൽ പലപ്പോഴും അതെത്തിക്കാൻ കഴിയാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ള നിലയിൽ ആ ഒരു വിടവ് നികത്തുന്നതിന് വേണ്ടി സന്നദ്ധ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്നതായിട്ടുള്ള വലിയ സേവനം നമുക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട്. ആ നിലയിലാണ് ഒരുമ പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത്. പാലിയേറ്റീവ് രോഗികളായിട്ടുള്ള ആളുകൾ, ഇവിടെ രോഗത്തെ സംബന്ധിച്ചൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ടതായിട്ടില്ല. ആർക്കാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. വലിയ അപകടകരമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇന്നിപ്പോൾ ഉള്ളത്. മെച്ചപ്പെട്ട ചികിത്സ അത് ലഭ്യമാക്കാൻ നമുക്ക് ഒരുപാട് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ആ ചികിത്സാ കേന്ദ്രങ്ങളുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ചെലവ്. ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ഓക്സിജൻ സിലിണ്ടർ, വീൽ ചെയർ, വാക്കർ, വാട്ടർ ബെഡ് എന്നിങ്ങനെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുമ്മങ്കൽ കേന്ദ്രമാക്കി പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു അധ്യക്ഷത വഹിച്ചു. ഒരുമ പാലിയേറ്റീവ് കെയർ സെക്രട്ടറി അനീഷ്, പ്രസിഡന്റ് ഷിനാസ്, ട്രഷറർ നിഷാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നവതിയുടെ നിറവിലും യുവത്വത്തിൻ്റെ നവോന്മേഷവുമായി അറിവിൻ്റെ നല്ല പാഠങ്ങൾ പകർന്ന അധ്യാപകൻ ഓർമ്മയായി. തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോർജ് ജെയിംസ് നിര്യാതനായി. ഭൗതിക ശരീരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കോപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് വയ്ക്കും.
സംസ്കാര ശുശ്രൂഷകൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് വാഴക്കുളം സെയിൻറ്റ് ജോർജ് ഫൊറോന പള്ളിയിൽ. അധ്യാപക ജീവിതത്തിൽ 6.5 പതിറ്റാണ്ട് പിന്നിട്ട പ്രൊഫസർ ജോർജ് ജെയിംസ് വിടവാങ്ങി. 6.5 പതിറ്റാണ്ട് പിന്നിട്ട അധ്യാപക ജീവിതത്തിൽ കാലത്തിനൊത്ത മാറ്റം ഉൾക്കൊണ്ട അധ്യാപകൻ, ഒപ്പം കൃത്യതയുള്ള തീരുമാനങ്ങളുള്ള ഭരണാധികാരി. അതുകൊണ്ടാണ് തൊടുപുഴയിലെ കോപ്പറേറ്റീവ് കോളേജിൽ നവതിയിലും അദ്ദേഹം പ്രിൻസിപ്പളായി തുടർന്നത്. അധ്യയനത്തിൽ മാത്രമല്ല പല സമകാലിക വിഷയങ്ങളും തലനാരിഴ കീറി പരിശോധിച്ച് നേട്ടങ്ങളും കോട്ടങ്ങളും വിശദമായി അവതരിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും വിവിധ സംഘടനകൾ അദ്ദേഹത്തെ ഈ പ്രായത്തിലും ആശ്രയിച്ചിരുന്നു. തൊടുപുഴയിൽ അദ്ദേഹം നടത്തിയ ബജറ്റ് ചർച്ചകളിൽ മന്ത്രിമാർ പോലും പങ്കെടുത്തിരുന്നു. അക്കാദമിക് വിഷയങ്ങളിലും അദ്ദേഹം അപ് ടു ഡേറ്റ്. രാവിലെ അദ്ദേഹത്തിന്റെ പത്രവായന 1 മണിക്കൂർ നീളും. അതുതന്നെയാണ് സമകാലിക വിഷയങ്ങളിലുള്ള കാലികമായ അറിവിന്റെ പിന്നിലെന്ന് ജോർജ് ജെയിംസ് സാർ പറയുമായിരുന്നു. 92-ാം വയസ്സിലും ഇതിന് മാറ്റമുണ്ടായില്ല. 1955-ൽ BA ഇക്കണോമിക്സിൽ ഓണേഴ്സ് പാസ്സായ ശേഷം ആരംഭിച്ചതാണ് അധ്യയനം. 23-ാം വയസ്സിൽ മദ്രാസ് ലയോള കോളേജിൽ തുടക്കം. 1956-ൽ മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിൽ ഇക്കണോമിക്സ് അധ്യാപകനായി. 1985-ൽ തൊടുപുഴ ന്യൂമാൻ കോളേജിൽ, 87-ൽ വീണ്ടും മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പ്രിൻസിപ്പളായിട്ടായിരുന്നു തിരിച്ചുവരവ്. 1993-ൽ വിരമിച്ചെങ്കിലും അധ്യാപനം അവസാനിപ്പിച്ചില്ല. താരതമ്യേന ചെറിയൊരു കോളേജായിരുന്ന തൊടുപുഴ താലൂക്ക് എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് കോളേജിന്റെ അമരക്കാരനായി ചുമതലയേറ്റു. ഈ കാലയളവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സബ്ജക്ട് എക്സ്പെർട്ടായും അക്കാദമിക് കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്ഥാപക പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു. 6.5 പതിറ്റാണ്ടിന്റെ അധ്യാപന അനുഭവ സമ്പത്ത് കൈമുതലായുള്ള പ്രൊഫസർ ജോർജ് ജെയിംസ് മികച്ച വാഗ്മിയും പ്രഭാഷകനും പുസ്തക രചയിതാവുമായിരുന്നു. ഏറെക്കാലം ഉപാസനയിൽ കേന്ദ്ര സംസ്ഥാന ബജറ്റ് അവലോകന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. തൃശൂർ, മാള, കുണ്ടൂർ, ചക്കിയത്ത് കുടുംബാംഗമായ സിസിലിയാണ് ഭാര്യ. മക്കൾ ജോജി ജെയിംസ് USA, ജോസ് ജെയിംസ് ബാംഗ്ലൂർ, ജീന ജോസ് ഓസ്ട്രേലിയ, ജിമ്മി ജെയിംസ് ഓസ്ട്രേലിയ. മരുമക്കൾ ലോബിറ്റ തലോടിയിൽ, സിന്ധു വാണിയക്കിഴക്കൽ, ജോസ് ഇല്ലിപ്പറമ്പിൽ, അനു ജെയിംസ് കോന്തുരുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് CV വർഗീസ്. തൊടുപുഴയിലെ റോഡുകളുടെ നവീകരണത്തിനായി 3.86 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചെന്ന് PJ ജോസഫ് MLA. CPM എങ്ങനെ പ്രവർത്തിക്കണമെന്ന് KK ശിവരാമൻ തീരുമാനിക്കേണ്ടെന്ന് ആവർത്തിച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിന് ജില്ലയിൽ സ്വീകരണം നൽകി. ആലക്കോട് ഇൻഫന്റ് ജീസസ് LP സ്കൂളിലെ പുതുക്കിപ്പണിത കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടത്തി. കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തേക്കണ്ടത്തിൽ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.